പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മതത്തെപ്പറ്റി മനുഷ്യൻ സത്യം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നത് എനിക്ക് വളരെയധികം ആശ്വാസവും പ്രത്യാശയും ധൈര്യവും പകർന്നു നൽകുന്ന ഒരു അടുത്ത കാലത്ത് മാത്രം ആരംഭിച്ചിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അത് സംബന്ധമായി ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ സൂചിപ്പിച്ചുകൊണ്ടിരുന്നതും ഇനിയും അങ്ങോട്ടുള്ള കാലങ്ങളിൽ കൂടുതൽ സത്യങ്ങൾ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നതുമായ ചില കാര്യങ്ങളെപ്പറ്റി ഈ വീഡിയോ പ്രതിപാദിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ ആദ്യം വളരെ ഹ്രസ്വമായ ഈ ഒരു വീഡിയോ കാണുക. ഇതിൽ കേരളത്തിലെ വളരെയധികം ജനപ്രീതി ആർജിച്ചിട്ടുള്ളൊരു യുവാവാണ്. അദ്ദേഹത്തിൻ്റെ പേര് രാഹുൽ ഈശ്വരൻ എന്നാണ്. ഏതാനും നാളുകൾക്ക് മുൻപ് രാഹുൽ ഈശ്വരനെ സന്ദർശിച്ചത് ഞാൻ ഈ തരുണത്തിൽ ഓർത്തു പോകുകയാണ്. ഞാൻ ആ സമയത്ത് സത്യസന്ധമായ രാഹുലിനോട് പറഞ്ഞ കാര്യം, അന്ന് അദ്ദേഹം ശബരിമല പ്രശ്നമൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്ന കാലത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള അർത്ഥശൂന്യമായ കാര്യങ്ങളിലല്ല, വളരെയധികം കഴിവുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായ യുവാവായ താങ്കൾ പരിശ്രമിക്കേണ്ടത് കുറച്ചുകൂടെ ഉന്നതമായും സത്യസന്ധമായും ചിന്തിക്കാനുള്ള ആർജവം കാണിക്കണം എന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് ഈ തരത്തിൽ ഓർക്കുകയാണ്. അതിനുശേഷം രാഹുൽ ഈശ്വരനെ കാണാൻ വന്നിട്ടില്ല, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല. എങ്കിലും ആ യുവാവിനെ പറ്റി എൻ്റെ മനസ്സിൽ എപ്പോഴും വലിയ ഒരു വാത്സല്യം നിലകൊണ്ടിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ പല അവസരങ്ങളിലും എൻ്റെ പ്രതീക്ഷകളെ അസ്ഥാനത്താണ് അവ എന്ന് തെളിയിക്കുമാറ് രാഹുൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എങ്കിലും ആ യുവാവിനോടുള്ള വാത്സല്യം എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറിയിട്ടില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ഞാൻ രാഹുൽ ഈശ്വരൻ്റെ വീഡിയോകൾ കണ്ടുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ നിങ്ങളുമായി പങ്കിട്ടുകൊള്ളട്ടെ. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ശ്രദ്ധിച്ചോണം. ഒരു ബ്രാഹ്മണ പയ്യനോ ഹിന്ദുവോ വളർന്നു വരുമ്പോ 3 കള്ളങ്ങളാണ് ഞങ്ങളുടെ മനസ്സിൽ അടിസ്ഥാനപരമായി വീഴുന്നത്. ഈ 3 കള്ളങ്ങളിൽ നിന്ന് മോചിതരാകാൻ വർഷങ്ങൾ എടുക്കും. അതിൽ ഒന്നാമത്തെ കള്ളമാണ് സംസ്കൃതമാണ് ലോകത്തിലെ ഏറ്റവും പഴയ ഭാഷ. അല്ല, ഇന്ത്യയിലെ പോലും ഏറ്റവും പഴയ ഭാഷ സംസ്കൃതമല്ല. സംസ്കൃതത്തിനേക്കാൾ പഴയതാണ് തമിഴ്. ഞങ്ങൾ കേട്ട് വളരുന്നത് ലോകത്തിലെ എല്ലാ ഭാഷകളുടെയും മാതാവ് സംസ്കൃതമാണെന്നും സംസ്കൃതത്തിൽ നിന്നാണ് ബാക്കിയെല്ലാം ഉണ്ടായെന്നാണ്. എനിക്കൊരു 15 വർഷത്തോളം ഈ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഞാൻ വളർന്നു വരുന്ന കോളേജ് കഴിഞ്ഞ കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും ദേഷ്യവും വെറുപ്പും ഉണ്ടായിരുന്നത്, അന്ന് ഈ ഗേൾഫ്രണ്ട് ബോയ്ഫ്രണ്ട് ഒക്കെ ഉള്ള പ്രായമാണ്. ഒരു ഗേൾഫ്രണ്ടിനെ തട്ടിക്കൊണ്ടുപോയ ബോയ്ഫ്രണ്ടിനെ കാട്ടി എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നത് റോബോട്ട് ക്ലാഡ്വെൽ എന്ന് പറയുന്ന ക്രിസ്ത്യൻ പാതിരിയോടാണ്. റോബോട്ട് ക്ലാഡ്വെൽ ആണ് ഇന്ത്യയിൽ വന്നിട്ട് ദ്രാവിഡ ഭാഷകൾ എന്നൊരു വിഭാഗമുണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ഞാൻ വിശ്വസിച്ചിരുന്നത് റോബോട്ട് ക്ലാഡ്വെൽ വരികയും നമ്മുടെ സംസ്കൃത പാരമ്പര്യത്തിൽ ഇന്ത്യയെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഇയാൾ ഉണ്ടാക്കിയ അജണ്ടയാണ് ദ്രാവിഡ ഭാഷ എന്നും തമിഴ് ഭാഷ എന്നുമാണ്, അല്ലെങ്കിൽ തമിഴിനെ മാറ്റിയെടുത്തത്. ഞാൻ പണ്ട് സ്ഥിരം തമിഴിലെ വാക്കുകൾക്ക് സംസ്കൃതത്തിന് റൂട്ട് തേടുമായിരുന്നു. കാര്യം സംസ്കൃതമാണ് എല്ലാത്തിന്റെയും മാതാവ്. അപ്പം ഇത് യഥാർത്ഥത്തിൽ എന്റെ ഷോവനിസമാണ്. അപ്പൊ എന്നെ ചെറിയ പ്രായത്തിൽ പറഞ്ഞു പഠിപ്പിക്കുന്നതാണ്. പക്ഷെ വിവേകാനന്ദ സ്വാമിയെ വായിച്ചപ്പോഴാണ് ആ തെറ്റിദ്ധാരണ മാറുന്നത്. അത് വായിക്കുന്നവരും അറിയണം. വിവേകാനന്ദ സ്വാമി ആര്യൻസ് ആൻഡ് തമിഴ്സ് എന്ന ആർട്ടിക്കൽ അല്ലെങ്കിൽ പ്രഭാഷണമാണ് പിന്നീട് എഴുത്തിൽ പറയുന്നത്. സംസ്കൃതവും സെമിറ്റിക് ഭാഷകളും തമിഴിനോട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദേ ആർ ബേബീസ് ഇൻ ഫ്രണ്ട് ഓഫ് തമിഴ് എന്നാണ്. കാര്യം തമിഴിന് അത്രയും പഴക്കമുണ്ട്, മഹത്വത്തിന്റെയും കാര്യത്തിലെല്ലാം അത്രയും പഴക്കമുണ്ട്. ഒന്ന്, സംസ്കൃതമാണ് ഏറ്റവും പഴയ ഭാഷ. ഇതിൽ നിന്നാണ് ഇപ്പോഴും പലരും പറയുന്നുണ്ട് വേദങ്ങളാണ് ഹിന്ദു മതത്തിന്റെ അടിസ്ഥാനം. അല്ല, വേദങ്ങൾ ഉണ്ടാകുന്നതിന് ആയിരക്കണക്കിന് വർഷം മുമ്പ് യോഗ ഉണ്ടായിരുന്നു, അമ്പലങ്ങൾ ഉണ്ടായിരുന്നു, ഹിന്ദു എന്ന് ഇന്ന് വിളിക്കുന്ന ഈ സാധനം ഉണ്ടായിരുന്നു. ഇതിന് എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല. അപ്പൊ ഈ വേദങ്ങളും സംസ്കൃതവുമാണ് എല്ലാത്തിന്റെയും ബേസ് എന്ന തെറ്റിദ്ധാരണയാണ് ഒന്ന്. 2, സംവരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നോക്കക്കാർക്ക് എന്തോ അവർ വളർന്നു വരാൻ കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങളൊക്കെ സംവരണ വിരുദ്ധരായിട്ടാണ് വളരുന്നത്. എനിക്ക് ഒന്നും കിട്ടുന്നില്ല. വെള്ളാപ്പള്ളി സാറിന്റെ മകനായ തുഷാറിന്റെ വീട്ടിൽ 3 മെർസിഡീസ് ബെൻസ് ഉണ്ട്, എന്നിട്ടും അവന് സംവരണം കിട്ടുന്നു. പോട്ടെ, സംവരണം ഇതാണ് ഒരു ആറ്റിറ്റ്യൂഡ്. പോട്ടെ, കിട്ടുന്നെങ്കിൽ കിട്ടിപ്പോട്ടെ, പക്ഷെ നമുക്കൊന്നും കിട്ടുന്നില്ല. ഈ ആറ്റിറ്റ്യൂഡാണ്. ഇത് പലർക്കും ഇന്നും മെയിൻ സ്ട്രീമിലുണ്ട്. ശരിക്കും സംവരണം എന്ന് പറഞ്ഞാൽ ഒരു ഔദാര്യമാണ്. ആ ഔദാര്യം ബ്രാഹ്മണരോടാണ്. അതായത് മഹാത്മാഗാന്ധി എന്ന മനുഷ്യൻ 1932 ബ്രിട്ടീഷുകാർ ഒരു കമ്മ്യൂണൽ അവാർഡ് കൊണ്ടുവരും. ഇതാണ് രവീന്ദ്രൻ സാർ ഒന്ന് മനസ്സിലാക്കാൻ.
അപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നത് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ, അതായത് ഹിന്ദു മതത്തിൻ്റെ ഏതാണ്ട് തലച്ചോറായി സ്ഥിതി ചെയ്യുന്ന ബ്രാഹ്മണ വിഭാഗം, അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന താൻ 3 കള്ളങ്ങൾ പഠിച്ചാണ് ഈ ഒരു മേഖലയിൽ വളർന്നത്. അതെന്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സംസ്കൃതമാണ് ലോകത്തിലെ ആദ്യത്തെ ഭാഷ. 2, വേദങ്ങളാണ് ഹിന്ദുമതത്തിൻ്റെ ആധാരം. 3, ഈ സംവരണം എന്നത് ഹിന്ദു വരേണ്യവർഗത്തോട് കാണിക്കുന്ന അനീതിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭവനത്തിൽ നിന്ന്, ഇത് പച്ചക്കള്ളമാണ്, അത് ഭവനത്തിൽ നിന്ന് കേട്ടു വളർന്നാണ് താൻ മുന്നോട്ട് പോയത് എന്ന് സത്യസന്ധമായി രാഹുൽ ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണ്. താൻ ഉൾപ്പെട്ടിരിക്കുന്ന മതത്തെപ്പറ്റി സത്യസന്ധമായി സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ബഹുഭൂരിപക്ഷം ആളുകൾക്കുമില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ദൈവം സത്യൻ ആണ് എന്ന് പറയുകയും അതേസമയം തന്നെ അതേ ദൈവത്തെ അടിസ്ഥാനമാക്കി സ്ഥാപിച്ചിരിക്കുന്ന മതത്തിനുള്ളിൽ ആ മതത്തെപ്പറ്റി സത്യം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതെയും ഇരിക്കുന്ന കടുത്ത വിരോധാഭാസത്തിന്റെ മേഖലയാണ് മതമെന്നാണ് രാഹുൽ ഈശ്വർ, ഞാൻ പറയുന്നത് പോലെ അല്ല അദ്ദേഹം അവതരിപ്പിച്ചതെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വളരെ വളരെ സത്യമാണ്, വളരെ സത്യമാണ്. എന്നാൽ എനിക്ക് രാഹുൽ ഈശ്വർ പറഞ്ഞതിനോട് ചേർന്ന് നിന്നുകൊണ്ട് പറയാനുള്ളത്, ഹിന്ദുമതത്തിൽ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ മതങ്ങളും സ്ഥിതി ചെയ്യുന്നത്, വ്യവസ്ഥാപിത മതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സത്യത്തിൻ്റെ അടിത്തറയിലല്ല, കള്ളത്തിൻ്റെ, അസത്യത്തിൻ്റെ അടിത്തറയിലാണ്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ക്രിസ്തു മതത്തെ പറ്റി 1-2 കാര്യങ്ങൾ വെളിപ്പെടുത്തും. അത് പറയുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തു മാർഗവും ക്രിസ്തു മതവും തമ്മിൽ ഉള്ള വ്യത്യാസം നാം അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഏത് ക്രിസ്ത്യാനിയോട് ചോദിച്ചാലും പറയും ക്രിസ്തു മതം സ്ഥാപിക്കാനായി ഇവിടെ വന്നില്ല എന്ന് പറയും. എന്നാൽ അതേസമയം തന്നെ ക്രിസ്തു മതത്തിൽ കൂടെ മാത്രമേ സ്വർഗത്തിൽ പോകാനൊക്കത്തുള്ളൂ എന്നും പറഞ്ഞു പറയും. ഇതാണ് രസം. അപ്പൊ ക്രിസ്തു മാർഗവും ക്രിസ്തു മതവും 2ആണ്, ഒന്നല്ല. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ യേശു തന്നെ സത്യത്തിൻ്റെ ആൾരൂപമായി നമ്മെ പരിചയപ്പെടുത്തുന്നത് ഒരു പ്രത്യേക കാരണം കൊണ്ടാണ്. ഇപ്പൊ രാഹുൽ ഈശ്വർ ഇപ്പോൾ നടത്തിയ കണ്ടുപിടുത്തം 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ക്രിസ്തുവിന് നന്നായിട്ട് അറിയാമായിരുന്നു. മതം സ്ഥിതി ചെയ്യുന്നത് അസത്യത്തിൻ്റെ അടിത്തറയിലാണ്. അതുകൊണ്ടാണ് മതത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിപ്പാനായി കടന്നു വന്ന ക്രിസ്തു തന്നെ സത്യം എന്ന ആ വെളിച്ചത്തിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. അപ്പോൾ വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ട കാര്യം, മതം ആവിഷ്കരിക്കപ്പെട്ട് കഴിയുമ്പോൾ, സ്ഥാപിക്കപ്പെട്ട് കഴിയുമ്പോൾ, അത് സ്ഥാപനവൽക്കരിക്കപ്പെട്ട് കഴിയുമ്പോൾ സത്യത്തെ ഉപേക്ഷിച്ച് കളയുകയും അസത്യത്തെ അള്ളിപ്പിടിക്കുകയും ചെയ്യും. കാരണം മറ്റൊന്നുമല്ല, സത്യം കൊണ്ട് ഈ ലോകത്തിൽ ഭൗതികമായ ഒരു നേട്ടവും ഉണ്ടാകത്തില്ല എന്ന് മാത്രവുമല്ല, നഷ്ടം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പണക്കൊതിയുള്ളൊരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ സത്യം പ്രതീക്ഷിച്ചാൽ നിങ്ങൾ തീർച്ചയായും ഇച്ഛാഭംഗം മാത്രം വിളിച്ചു വരുത്തും. പണക്കൊതിയുള്ളവൻ ഒരിക്കലും സത്യം പറയുകയില്ല. അത് നമ്മുടെ ചുറ്റും ഒന്ന് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യമാണ്. സത്യാനന്ദ രാഷ്ട്രീയം കൈയാളുന്ന ആളുകളിൽ നിന്ന് അവർ പറയുന്ന ഏതെങ്കിലും ഒരു വാക്കിൽ നിന്ന് നിങ്ങൾ സത്യം പ്രതീക്ഷിച്ചാൽ നിങ്ങൾക്ക് ഒന്നാന്തരം കിറുക്കാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ തന്നെ അമ്പലങ്ങളിൽ നിന്ന് വലിയ തോതിൽ മോഷണം നടക്കുന്നു. അത് രാമക്ഷേത്രത്തിൽ നിന്നാണെങ്കിലും
ശബരിമലയിൽ നിന്നാണെങ്കിലും ക്രിസ്ത്യൻ പള്ളികളിൽ നിന്നാണെങ്കിലും ക്രിസ്ത്യാനികൾ വളരെ പരിപാവനം എന്ന് പറയുന്ന പരിമലയിൽ നിന്നാണെങ്കിലും എവിടെയൊക്കെ 4 കാശുണ്ടോ അവിടെ മോഷണം ഉണ്ടായിരിക്കും. കാരണം അത് മതത്തിൻ്റെ സ്വഭാവമാണ്. അതില്ലാതെ ഒരു മതം ഉണ്ടാകുകയില്ല. എന്ന് മാത്രവുമല്ല, മതം സ്ഥാപനവൽക്കരിക്കപ്പെടുമ്പോൾ അടിസ്ഥാനരഹിതമായ മനുഷ്യന്റെ മൂളയ്ക്ക്, മനുഷ്യന്റെ ബുദ്ധിക്ക് ഒരു വിധത്തിലും ചേരാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം അത് അങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുവാൻ. സുവിശേഷത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവം ഇതിന് ഉപോത്ബലകമായി ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു യഹൂദന്മാർക്ക് ഒരിക്കലും കടന്നു ചെല്ലുവാൻ അനുവാദമില്ലാതിരുന്ന, അത് നിഷിദ്ധമായിരുന്ന ശബരി നാട്ടിൽ പോയി അവിടെ ഒരു സ്ത്രീയുമായി യാക്കോബിന്റെ കുളക്കരയിൽ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ കൂടെ യേശു അവൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സത്യമുണ്ട്. അതെന്താണ്? ദൈവം ആ മലയിലുമല്ല, ഈ മലയിലുമല്ല, ശബരിമലയിലും അല്ല. മലയിലിരിക്കുന്നത് ദൈവമല്ല, വേറെ ഏതാണ്ടാണ്. അപ്പോൾ മല എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, അന്നത്തെ കാലത്ത്, ഇന്നും ഏതാണ്ട് കഴിയുന്നത്രയും അങ്ങനെ തന്നെയാണ്, ആരാധനാലയങ്ങൾ, മതത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളായി നാം ഇന്നും കരുതുന്ന ആരാധനാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരുന്നത് എപ്പോഴും മലമുകളിലാണ്. അതുകൊണ്ടാണ് ദൈവം ആ മലയിലുമല്ല, ഈ മലയിലുമല്ല എന്ന് പറയുന്നത്. യഹൂദന്മാർക്ക് സിയോൻ മലയും ശമര്യക്കാർക്ക് അവരുടേതായ മല ഗെരിസിം എന്ന് പറയും, മൗണ്ട് ഗെരിസിം എന്ന് പറയും. അവിടെയാണ് അവരുടെ മുഖ്യ ആരാധന ആലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ പുരോഹിത വർഗം അവരെ പറഞ്ഞു പഠിപ്പിച്ചു, യഹൂദന്മാരുടെ ദൈവം എവിടെയാണ് ഇരിക്കുന്നത്? യെരുശലേം ദേവാലയത്തിലാണ് ഇരിക്കുന്നത്. ശമര്യക്കാരുടെ ദൈവം എവിടെയാണ് ഇരിക്കുന്നത്? ഗെരിസിം മലയുടെ മുകളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ദേവാലയത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ദൈവത്തെ അറിയണമോ, അനുഭവിക്കണമോ, കാണണമോ, നിങ്ങളുടെ സങ്കടങ്ങൾ, ആവശ്യങ്ങൾ ദൈവസന്നിധി ഉണർത്തണമോ, നിങ്ങൾ ഒന്നുകിൽ യഹൂദനാണെങ്കിൽ നിങ്ങൾ യെരുശലേം ദേവാലയത്തിലും, ശമര്യക്കാരനാണെങ്കിൽ നിങ്ങൾ ഗെരിസിം മലയിലും പോകണം. ഇങ്ങനെയുള്ള മനുഷ്യന്റെ ചിന്താശക്തിക്ക് യാതൊരു വിധത്തിലും നിരക്കാത്ത, സത്യത്തോട് വിദൂര ബന്ധം പോലുമില്ലാത്ത, മനുഷ്യജാതിക്ക് ഒരു വിധത്തിലും നന്മ ചെയ്യാൻ കഴിയാത്ത, തികച്ചും അടിസ്ഥാനരഹിതമായ പച്ചക്കള്ളത്തിൻ്റെ പുറത്താണ് ഇതൊക്കെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് എന്ന് വളരെ സ്പഷ്ടമായി 2000 വർഷങ്ങൾക്ക് മുൻപേ യേശുക്രിസ്തു വെളിപ്പെടുത്തിയെങ്കിലും, യേശുക്രിസ്തുവാണ് ഞങ്ങളുടെ വെളിച്ചം, യേശുക്രിസ്തുവാണ് ഞങ്ങളുടെ കണ്ണ് തുറക്കുന്നത്, യേശുക്രിസ്തുവാണ് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനും, അവനിൽ മാത്രമാണ് ഞങ്ങളുടെ പ്രത്യാശ, ഞങ്ങൾ അവരിൽ വസിക്കുന്നു, അവൻ്റെ ശരീര രക്തങ്ങളെ ഞങ്ങൾ ആഹരിക്കുന്നു എന്നൊക്കെ പറയുന്ന ക്രിസ്ത്യാനി യേശുക്രിസ്തു വെളിപ്പെടുത്തിയ ഒരു സത്യത്തെയും സ്വീകരിക്കുകയില്ല എന്നതാണ് ഇതിനകത്തെ പച്ചപരമാർത്ഥം. അപ്പോൾ ക്രിസ്തു മതം എന്ന് പറയുന്ന കാര്യത്തിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ ഈ പഠിപ്പീരനുസരിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു ആരാധനാലയത്തിലും മറ്റ് എവിടെയുള്ളതിനേക്കാൾ അല്പം പോലും കൂടുതലായി ഇല്ല. ഇപ്പൊ ചന്തയിൽ ഇല്ലാത്ത ദൈവ സാന്നിധ്യം പള്ളിയിലില്ല, അമ്പലത്തിലില്ല, മോസ്കിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതം കച്ചവടമായി കൊണ്ടു നടക്കുന്ന ആളുകളുടെ കട പൂട്ടേണ്ടി വരും. അതുപോലെ നമുക്കറിയാം, കേരളത്തിൽ തോമസ് ശ്ലീഹ ക്രിസ്തുമതം കൊണ്ടുവന്നു. അത് തോമസ് ശ്ലീഹ വന്നോ വന്നില്ലേ എന്നതിനെ പറ്റി ഒരു വിവാദമുണ്ട്. ഞാൻ വന്നു എന്ന് തന്നെ വിശ്വസിക്കാം. തോമസ് ശ്ലീഹ വന്നില്ലായിരുന്നെങ്കിൽ വേറെ ആരെങ്കിലും ഈ മതം കൊണ്ടുവരുമായിരുന്നു. തോമസ് ശ്ലീഹ ഒരു ഉപാധി മാത്രമാണ്. തോമസ് ശ്ലീഹ ദൈവമൊന്നുമല്ല. പക്ഷേ നിങ്ങൾ മാർത്തമക്കാരോട് ചോദിച്ചാൽ, ഓർത്തഡോക്സുകാരോട് ചോദിച്ചാൽ ശ്ലീഹ ശ്ലീഹ ശ്ലീഹ. അപ്പം തോമസ് ശ്ലീഹയുടെ കൈ വെച്ചതിൻ്റെ ഗുണമാണ് ഞങ്ങൾക്ക് എന്നൊക്കെ പറയുന്നു. വാസ്തവത്തിൽ തോമസ് ശ്ലീഹ എന്ത് ചെയ്തെന്നോ, എപ്രകാരമാണ് പ്രവർത്തിച്ചതെന്നോ
അദ്ദേഹം നിഷ്കർഷിച്ചിരുന്ന ആചാരങ്ങൾ എന്താണെന്നോ ആർക്കും അറിയില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇനിയും തോമാസ് ശ്ലീഹ വന്ന് സ്ഥാപിച്ച സഭ, ഇപ്പം ഓർത്തഡോക്സ് സഭ അങ്ങനെ അവകാശപ്പെടുന്നു, അല്ലെങ്കിൽ അന്ത്യോക്യയിൽ നിന്നാണെന്നൊക്കെ പറയും. തോമാസ് ശ്ലീഹയാണോ അന്ത്യോക്യയാണോ? മാർത്തമക്കാരോട് ചോദിച്ചാൽ തോമാസ് ശ്ലീഹയാണ്, യാക്കോബക്കാരോട് ചോദിച്ചാൽ അന്ത്യോക്യ സിംഹാസനമാണ്. ആകെപ്പാടെ കുഴഞ്ഞു മറിഞ്ഞ് ഇരിക്കുക. അപ്പോൾ തോമാസ് ശ്ലീഹ സ്ഥാപിച്ച സഭയിൽ നിന്ന് വഴക്കിട്ടിറങ്ങിപ്പോയവരാണ് മാർത്തമക്കാർ. അവരുടെ കയ്യിലും തോമാസ് ശ്ലീഹയുടെ കൈയിരിപ്പുണ്ട്, ബാക്കി ഉള്ളവരുടെ കയ്യിൽ ഈ കൈയിരിപ്പുണ്ട്. എന്നാൽ യേശു അതേസമയം പറയുന്നു സഭയുടെ അടിസ്ഥാനം യേശുവാണ്. എന്നാൽ യേശുവിനെ പറ്റി ആരും ഒന്നും പറയുന്നുമില്ല. പെന്തക്കോസ്തുകാരോട് ചോദിച്ചാൽ മറുഭാഷ പറഞ്ഞാൽ മാത്രമേ സത്യക്രിസ്ത്യാനി ആകത്തുള്ളൂ. യേശു ഒരു മറുഭാഷ പറഞ്ഞിട്ടുമില്ല, മറുഭാഷ പറയണമെന്ന് പറഞ്ഞിട്ടുമില്ല. അപ്പം ആര് പറയുന്നതാണ് നാം കേൾക്കേണ്ടത്? ഇതൊന്നും ആര് പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ട, ഒറ്റ കാര്യം ചെയ്താൽ മതിയെന്ന് യേശു പറയുന്നത്. അതെന്താണ്? യേശു എന്ന വെളിച്ചം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം. ക്രിസ്ത്യാനിയെ അവൻ പിറക്കുന്ന നിമിഷം തൊട്ട് പറഞ്ഞ് പഠിപ്പിക്കുന്ന പച്ചക്കള്ളം, നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന യേശുവിനെ അവർ പറയുന്നതിനനുസരിച്ച് അറിയുകയും ആരാധിക്കുകയും ചെയ്യണം. പ്രത്യേകിച്ച് നിങ്ങളുടെ സഭ പറയുന്നത്, സഭ എന്ന് പറഞ്ഞാൽ പുരോഹിത വർഗം പറയുന്നതനുസരിച്ച് യേശു ആരാണെന്നും യേശു പറഞ്ഞത് ഇന്നതാണെന്നും ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതല്ല എന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം കേട്ട് മറ്റാർക്കും ചെവി കൊടുക്കാതെ നിങ്ങളുടെ ഹൃദയത്തെ പരിശുദ്ധമായി കാത്തു സൂക്ഷിച്ച് നിങ്ങൾ സ്വർഗത്തിൽ പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കണം എന്നാണ്. എന്നാൽ യേശു എന്ന വെളിച്ചത്തെ ഉൾക്കൊള്ളണമെന്നും അതനുസരിച്ച് ജീവിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും ആരും പഠിപ്പിക്കില്ല. സഭയുടെ പാരമ്പര്യം, സഭയുടെ ചരിത്രം, സഭയുടേതായ ആരാധനാക്രമം, സഭയുടേതായ ഭരണഘടനാ രീതി, സഭയുടെ നേതാക്കന്മാർ അവർ പറയുന്ന വഴിയെ പോകുക. അതേസമയം യേശു സഭയുടെ അടിസ്ഥാനം എന്ന് പറയും. എൻ്റെ മറ്റൊരു ഭാഗം, ഞങ്ങളുടെ സഭയുടെ അടിസ്ഥാനം യേശു ആണെന്ന് പറയുമ്പോൾ മറ്റുള്ള സഭയുടേതോ? ഇനിയും യേശു പറഞ്ഞു, പത്രോസിനോട് പറഞ്ഞു, പത്രോസെ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അത് പച്ചക്കള്ളമാണ്, അങ്ങനെ യേശു പറഞ്ഞിട്ടില്ല. എങ്കിലും പിൽക്കാലത്ത് ചില കാര്യസാധ്യത്തിന് വേണ്ടി സുവിശേഷത്തിൽ എങ്ങനെ കൂട്ടിച്ചേർത്തതാണ്. മനുഷ്യർ ഇത് അവർ ചെയ്ത കാര്യത്തിന് എന്തെങ്കിലും ആത്മീയമായ ഒരു ആധികാരികത ഉണ്ടാകുന്നതിന് പച്ചക്കള്ളം പരിശുദ്ധമായ സുവിശേഷത്തിൽ എഴുതി ചേർത്താണെന്നാണ് വേദപുസ്തക പണ്ഡിതന്മാർ 90% വിളിച്ചു പറയുന്നത്. വേണ്ട, നമുക്കത് അതങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കാം. പത്രോസിന്റെ ശക്തി എന്തായിരുന്നു? പത്രോസിന്റെ ശക്തി, പത്രോസിന്റെ അറിവ്, യേശു ക്രിസ്തു സാക്ഷാൽ ദൈവപുത്രനാണ് എന്നതാണ് പത്രോസ്. ആ അറിവാണ് ഈ അടിസ്ഥാനം. ആ അറിവിൽ വേണം സഭ സ്ഥാപിക്കപ്പെടേണ്ടത്. അത് നേരെ തകിടം മറിച്ച് പത്രോസിന്റെ വാലെ പിടിച്ചു. അപ്പം കത്തോലിക്കയിൽ പത്രോസിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം, മറ്റേ ആരെയും വേണ്ട. അപ്പൊ ഇവിടെ ഓർത്തഡോക്സുകാരും അവരിൽ നിന്ന് മൂക്കേക്കർ വന്നിറങ്ങി വന്ന മാർത്തോമാക്കാരും തോമാച്ചന്റെ വല പിടിക്കുമ്പോൾ അപ്പുറത്ത് കത്തോലിക്കൻ പത്രോസിനെ വിടത്തില്ല. ഇവർ രണ്ടു കൂട്ടർക്കും യേശുവിനെ ആവശ്യമില്ല. ഇങ്ങനെയുള്ള വെറും മർക്കട മുഷ്ടി കൊണ്ടാണ്, നമുക്കറിയാം ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്, ആംഗ്ലിക്കൻ ചർച്ച്, ഇതെങ്ങനെയാണ് ഉണ്ടായത്? ഒരു രാജാവിന്, ഹെൻറി 8 സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് വേറൊരു പെണ്ണിനെ കെട്ടണം. അപ്പൊ അത് റോമിലിരിക്കുന്ന പപ്പ അനുവദിക്കത്തില്ല. എന്നാ പിടിച്ചു. അപ്പോൾ ദൈവികമായ ആധാരത്തിൽ ഇതാ പുതിയൊരു സഭ വരുന്നു. എന്താണ്? രാജാവിന് തോന്നിയ പോലെ കല്യാണം കഴിക്കാൻ വേറൊരു സഭ. അത് യേശു ക്രിസ്തുവിന്റെ ശരീരമാണെന്ന് പറയും. പറഞ്ഞാൽ അത് വിശ്വസിച്ചു വേണം. ഇങ്ങനെയുള്ള പച്ചക്കള്ളങ്ങളിലാണ് ഇത് മുഴുവനും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ അനേക കാര്യങ്ങളുണ്ട്. ഇത് പറയുന്ന വേറൊരു കാര്യം പറഞ്ഞാൽ, നിങ്ങൾ പള്ളിയിൽ പോയി
നിങ്ങൾ കൊടുക്കുന്ന സംഭാവന ദൈവത്തിന് കൊടുക്കുന്നു എന്ന് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദര, ദൈവത്തിന് നിന്റെ ചില്ലിക്കാശ് വേണമെന്ന് പറഞ്ഞാൽ അത് നീ വിശ്വസിക്കണമെങ്കിൽ നിന്റെ തലച്ചോറ് എവിടെയാണ്? സകല അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച എല്ലാറ്റിൻ്റെയും ഉടമയായ ദൈവത്തിന് നിന്റെ പോക്കറ്റിൽ നിന്ന് വരുന്ന ചില്ലിക്കാശ് കൊണ്ട് വേണം എന്നാ പറയുന്നത് അഷ്ടി കഴിക്കാൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ദൈവ വേല നടത്താൻ, ഇത് പച്ചക്കള്ളമല്ലയോ? യേശു പറഞ്ഞു, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, അല്പമേ വേണ്ടുവല്ല, ഒന്നു മതി. അതെന്താണ്? ദൈവികമായ വെളിച്ചം നിങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. ഇപ്പം മാർത്തയോടും മറിയോടും സംസാരിക്കുമ്പോൾ യേശു മാർത്തയോട് എന്താ പറയുന്നത്? മാർത്തേ നീ അധികമായ കാര്യങ്ങളെ ചൊല്ലി നീ ഇങ്ങനെ വെറുതെ ഭാരപ്പെടുന്നു. ഇതൊന്നും ആവശ്യമല്ല, അല്പമേ വേണ്ടുവല്ല, ഒന്നു മതി. അത് മറിയ നല്ല വഴി തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്താണ് നല്ല വഴി? യേശു എന്ന വെളിച്ചം ഉൾക്കൊള്ളുവാനായി അവൻ്റെ പാദപീഠത്തിലിരുന്ന് ബുദ്ധി പഠിക്കുന്ന ആ നല്ല അംശത്തെ മറിയ തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് മാത്രം മതി എന്നാണ് യേശു പറയുന്നത്. പക്ഷേ ഈ ലോകത്തിൽ ഒരു മെത്രാനും ഒരു പുരോഹിതനോ സമ്മതിച്ചു കൊടുക്കത്തില്ല. അവർ പറയും, നിങ്ങൾ മാർത്തയെ പോലെ ആകരുത്, നിങ്ങൾ മറിയെ പോലെ ആകരുത്, നിങ്ങൾ മാർത്തയെ പോലെ ആകണം. കാരണം നിങ്ങൾ മറിയെ പോലെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ സൂപ്പർ ബസാർ അടയ്ക്കേണ്ടി വരും. കാരണം അതിനകത്ത് യാതൊരു ക്രയവിക്രയവുമില്ല. യേശു എന്ന ആ വെളിച്ചം ഉൾക്കൊള്ളുന്നതിൽ 1 രൂപ കൊടുക്കാനോ എടുക്കുവാനോ സ്കോപ്പില്ല. യേശു പറഞ്ഞു മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 14, 15, 16 വാക്യങ്ങളിൽ, നിങ്ങളുടെ ഉള്ളിലുള്ള വെളിച്ചമില്ലേ, അതാണ് ഞാൻ. യേശു ആദ്യം പറയുന്നു ലോകത്തിന്റെ വെളിച്ചം ഞാനാണ്. പിന്നെ പറയുന്നു നിങ്ങളുടെ ഉള്ളിലുള്ള വെളിച്ചത്തെ നിങ്ങൾ പ്രകടിപ്പിക്കുവിൻ, ആ വെളിച്ചം ഞാനാണ്. യേശു എന്ന മർമ്മം നിങ്ങളുടെ ഉള്ളിലുണ്ട്. യേശു ഒരു വ്യക്തി മാത്രമല്ല, യേശു ഒരു മർമ്മമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജാതി മത ലിംഗഭേദമന്യേ എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന വെളിച്ചത്തിന്റെ ഒരു കാലഘട്ടത്തിന്റെ പേരാണ് യേശു എന്നുള്ളത്. സാക്ഷാൽ മനുഷ്യപുത്രൻ ഒരു കാലത്ത് ചരിത്രത്തിന്റെ മധ്യത്തിൽ വന്ന് മനുഷ്യന്റെ അവസ്ഥയോട് ഇടപെട്ട് അവന് ആശ്വാസത്തിന്റെ വിടുതലിന്റെ വഴി കാണിച്ചു കൊടുത്തിട്ട് വാങ്ങിപ്പോയ യേശു ഇങ്ങനെ ഒരു വലിയ സാധ്യതയുണ്ട് എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. അതിനുശേഷം യേശു പറഞ്ഞ പരിശുദ്ധാത്മാവ് വരും, അവൻ നിന്നെ കൂടുതൽ വരുമ്പോൾ അവൻ നിന്നെ കൂടുതൽ സത്യങ്ങളിലേക്ക് വഴി നടത്തുമെന്ന് പറയുന്നു. അപ്പോൾ ആ വെളിച്ചം യേശു വാങ്ങിപ്പോയി, പക്ഷെ വെളിച്ചം വാങ്ങിപ്പോയിട്ടില്ല. യേശു വരുന്നതിന് മുമ്പ് തന്നെ ആ വെളിച്ചം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ആ വെളിച്ചത്തെ തിരിച്ചറിയുവാനും പ്രയോജനപ്പെടുത്തുവാനും വെളിച്ചത്തിന്റെ പ്രവൃത്തി ചെയ്യുവാനും മനുഷ്യന് കഴിവ് നഷ്ടപ്പെട്ടിരുന്നു. ആ കഴിവ് വീണ്ടെടുക്കുന്നതിന് വേണ്ടി മനുഷ്യരാശിയെ സഹായിക്കാനാണ് യേശു ക്രിസ്തു വന്നത്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള വെളിച്ചത്തെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തി അത് മറ്റുള്ളവർക്കും കൂടെ അനുഗ്രഹമായി തീർത്തക്കവണ്ണം നമ്മുടെ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുന്നതിനേക്കുള്ള വഴിയാണ് യേശു. ഞാൻ തന്നെ വഴിയും സത്യവും എന്ന് പറഞ്ഞാൽ, വഴി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടെ ഉള്ളിലുള്ള വെളിച്ചത്തെ പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്കോ മറ്റാർക്കുമോ പ്രയോജനമില്ല. അതിൽ നിന്ന് മുന്നോട്ട് പോയി ലോകത്തിന് അനുഗ്രഹമായി തീരത്തക്കവണ്ണം, ലോകത്തിന്റെ വെളിച്ചമായി നിങ്ങൾ വളരുവാൻ തക്കവണ്ണം നിങ്ങൾക്കൊരു സാധ്യതയുണ്ട്. ആ സാധ്യതയിലേക്ക് നിങ്ങളെ വഴി നടത്തുന്ന വഴിയുടെ പേരാണ് ഞാനെന്നാണ് യേശു പറഞ്ഞത്. അത് യേശു വരുന്നതിന് മുമ്പ് തന്നെ നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നതാണ് ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ കള്ളം. ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഈ ഒരു മത ഐഡന്റിറ്റി, അതിനകത്ത് മാത്രമേ വെളിച്ചമുള്ളൂ എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. നിങ്ങൾ അല്പം വിശാലമായി അന്വേഷിക്കുകയും സത്യത്തെ മനസ്സിലാക്കുകയും ശ്രമിച്ചാൽ, മനുഷ്യൻ ഈ ഭൂമിയുടെ മുഖത്ത് ദൈവം അവനെ ആക്കി വെച്ച നിമിഷം മുതൽ അവൻ വെളിച്ചത്തെ അന്വേഷിച്ചു കൊണ്ടിരുന്നു അവൻ്റെതായ വിധത്തിൽ. ഇപ്പൊ നമ്മൾ ഓരോ കാലഘട്ടത്തിൽ വിവിധമായ രീതിയിൽ സഞ്ചരിക്കുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കാളവണ്ടിയിൽ കയറി സഞ്ചരിച്ചിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് വരുമ്പോൾ പലപ്പോഴും ഞാൻ കാളവണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ കാളവണ്ടിയിൽ കയറാറില്ല. ഇപ്പോൾ കാറിലൊക്കെയാണ് പോകുന്നത്. ഈ വ്യത്യാസം നടന്നുകൊണ്ടിരിക്കും. പക്ഷെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം എന്നതിന് മാറ്റം ഉണ്ടാകുന്നില്ല.
നാം എങ്ങനെ പോകുന്നു എന്നതിൽ മാറ്റമുണ്ടാകും. പക്ഷെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം എന്ന ആവശ്യത്തിന് മാറ്റമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് മനുഷ്യൻ പിറന്നു വീണ ഈ ഭൂമിയിൽ ആഗതനായതിനു ശേഷം ആ നിമിഷം മുതൽ അവൻ്റെ ഉള്ളിൽ വെളിച്ചമുണ്ട് എന്നും ആ വെളിച്ചത്തെ തിരിച്ചറിഞ്ഞ് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തണമെന്നുള്ള ഒരു നേരിയ ബോധം എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ വിധത്തിൽ അതിനെ പ്രയോജനപ്പെടുത്തുവാനുള്ള മനുഷ്യന്റെ ക്ഷമതയിൽ, കഴിവിൽ വളരെ വ്യത്യാസം, ഏറ്റക്കുറച്ചുകൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അതിനെ ഏറ്റവും പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് യേശുക്രിസ്തുവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് മറ്റ് എങ്ങും വെളിച്ചമില്ല, എല്ലാവരും നരകത്തിലോട്ടാണ് പോകുന്നത്, ബാക്കിയുള്ളവരെല്ലാം അന്ധകാരത്തിന്റെ മക്കളാണ് എന്ന് നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നത് പച്ചക്കള്ളമാണ്. നിങ്ങൾ യേശുവിൻ്റെ 4 സുവിശേഷത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു സങ്കല്പം കാണിച്ചു തരാം, മറ്റുള്ളവരെല്ലാം നരകത്തിൽ പോകും. യേശു പറഞ്ഞു, പുത്രനിൽ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുത്ത് എത്തുന്നില്ല. പുത്രൻ എന്നാൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് മനസ്സിലാക്കത്തില്ല. പുത്രൻ അല്ലെങ്കിൽ ഞാൻ ദൈവപുത്രനാണെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന, ഞാൻ കൊണ്ടുവന്നതെന്ന് പറയുന്നില്ല. നിങ്ങൾ മനുഷ്യരായതുകൊണ്ട് മനുഷ്യൻ എന്ന് പറയുന്ന ഈ കാറ്റഗറിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവരും, നിങ്ങൾ ആരാണെങ്കിലും എവിടെയാണെങ്കിലും ഏത് യുഗത്തിലാണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ആ വെളിച്ചമുണ്ട്. പക്ഷേ ആ വെളിച്ചത്തെ തിരിച്ചറിയുവാനും പ്രയോജനപ്പെടുത്തുവാനും നിങ്ങൾക്ക് കഴിയാത്ത അവസ്ഥയാണ്. അത് നിങ്ങളുടെ ആന്തരികമായ അടിമത്വമാണ്. ആ അടിമത്വത്തിൽ നിന്ന് വിടുവിപ്പാനാണ് മനുഷ്യപുത്രൻ ലോകത്തിലേക്ക് പോകുന്നത്. ഇതാണ് യേശുക്രിസ്തു പറയുന്നത്. പക്ഷെ ഇത് ആകെപ്പാടെ തകിടം മറിച്ചുകൊണ്ട് പള്ളിയിൽ വരുന്നവർ മാത്രം സ്വർഗത്തിൽ പോകും, ബാക്കിയുള്ള നരകത്തിൽ പോകുന്ന പഠിപ്പിക്കുന്നത് ലോകത്തിലേക്കും പൈശാചികമായ പച്ചക്കള്ളമാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ ചെമ്മരിയാലിന്റെയും കോലാടിന്റെയും ഉപമയുണ്ട്. അവിടെ യേശു എന്താണ് പറയുന്നത്? എനിക്ക് വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നു, ദാഹിച്ചിരുന്നു കുടിക്കാൻ തന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ അന്യനായിരുന്നു, നിങ്ങളെ കൈക്കൊണ്ട്, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. ഇങ്ങനെ പറയുന്നു. ഇവിടെ എവിടെങ്കിലും നിങ്ങൾ പള്ളിയിൽ പോയെന്നോ, നിങ്ങൾ ബാറയ്ക്ക് മുറോണം അടിച്ചെന്നോ, നിങ്ങൾ പള്ളിയിൽ സൂത്രകാഴ്ച കിട്ടുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ മറുഭാഷ പറഞ്ഞോ യേശു പറയുന്നുണ്ട്? ഒന്നുമില്ല. മനുഷ്യന് അവൻ്റെ ജീവിത അവസ്ഥകളിലുള്ള ആവശ്യങ്ങൾ അത് തിരിച്ചറിഞ്ഞ് അതിനോട് ദൈവത്തിൻ്റെ നീതിയും ആർദ്രകരുണയും മാനിച്ചുകൊണ്ട് പ്രതികരിക്കുന്ന ഏവരും യേശു എന്ന ആന്തരികമായ വെളിച്ചത്തെ മാനിക്കുന്നവരാണ്. അതുകൊണ്ട് 4 സുവിശേഷങ്ങൾ പഠിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്, നിങ്ങളും ഞാനും ചെയ്യേണ്ട ഏക കാര്യം നിങ്ങളുടെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ അറിയുവേൻ. നിങ്ങളുടെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ അറിയുവേൻ. എന്നാൽ സഭ പഠിപ്പിക്കുന്ന അങ്ങനെയല്ല. ഞങ്ങൾ പറയുന്ന ക്രിസ്തു, ഞങ്ങൾ ഇവിടെ പണിത് വെച്ചിരിക്കുന്ന ക്രിസ്തു, അത് മാത്രം അറിഞ്ഞാൽ മതി. ഇവിടെ ക്രിസ്തു, ഞങ്ങളുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന ക്രിസ്തു ഇവിടെയുണ്ട്, അവനെ പ്രീതിപ്പെടുത്തുന്നത് ഇങ്ങനെയൊക്കെയാണ്, അവൻ നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നത് ഇപ്രകാരമൊക്കെയാണ്, അത് നിർവഹിച്ച്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവത്തെ അറിയണ്ട, നിങ്ങൾ ഉള്ളിലുള്ള ക്രിസ്തുവിനെ അറിയണ്ട, നിങ്ങളുടെ ഉള്ളിലുള്ള വെളിച്ചത്തെ അറിയണ്ട എന്ന് പഠിപ്പിക്കുന്നത് ഏറ്റവും വലിയ കള്ളമാണ്, പച്ചക്കള്ളമാണ്. അപ്പൊ എങ്ങനെ നോക്കിയാലും മതമാണോ അതിൻ്റെ അടിത്തറ കള്ളമായിരിക്കും. പക്ഷേ ജനിച്ചപ്പോൾ മുതൽ ഇത് മാത്രം കണ്ടും കേട്ടും ആചരിച്ചും വരുന്നൊരു വ്യക്തിക്ക് ഇത് കള്ളം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു സൗധമാണ്, ആലയമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കത്തില്ല. വേറൊരു കാര്യം പറഞ്ഞാൽ, യേശുവിൻ്റെ പഠിപ്പീരുകളിലോ പരസ്യ ശുശ്രൂഷയിലോ എവിടെയെങ്കിലും പുരോഹിതന്റെ നിഴല് നിങ്ങൾക്ക് കാണിക്കാം. ഒരു വളരെ ലളിതവും സ്പഷ്ടവുമായ കാര്യമാണല്ലോ. എവിടെയെങ്കിലും ഒരു പുരോഹിതന്റെ നിഴല് കാണിക്കാമോ? ഇല്ല. പക്ഷേ നമ്മെ പഠിപ്പിക്കുന്നതാണ്, പുരോഹിതനില്ലെങ്കിൽ നമുക്ക് ദൈവത്തെ കാണാനൊക്കത്തില്ല, പുരോഹിതനില്ലെങ്കിൽ ആരാധന നടക്കത്തില്ല, പുരോഹിതനില്ലെങ്കിൽ വിശുദ്ധ സംസർഗം സാധ്യമല്ല. കാരണം പുരോഹിതന്മാരെല്ലാവരും വിശുദ്ധരും ബാക്കിയുള്ള നമ്മളൊക്കെ പാപികളുമാണ്. പച്ച കള്ളമല്ലയോ ഇത്? പച്ച നട്ടാൽ കുരുക്കാത്ത കള്ളമല്ലയോ ഇത്? ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ കൊണ്ട് മാത്രം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പ്രതിഭാസമാണിത്. ഇതിനെ അവലംബിച്ച് സ്വർഗത്തിൽ പോകാമെന്ന് വിശ്വസിക്കണമെങ്കിൽ
അത്രമാത്രം ബുദ്ധിക്ഷയം സംഭവിച്ചിരിക്കണം. ഞാൻ ഇസ്ലാം മതത്തെ പറ്റിയോ സിഖ് മതത്തെ പറ്റിയോ ഒന്നും പറയുന്നില്ല. ഒരു ഗുരുനാനാക്കിന്റെ ജീവിതത്തിൽ ഒരു സംഭവം കൂടെ പറഞ്ഞ് ഞാൻ ഇതിന്റെ അവസാനിപ്പിക്കുക. ഒരിക്കൽ ഗുരുനാനാക്ക് ബനാറസിൽ ചെന്നപ്പോൾ അവിടുത്തെ പുരോഹിതന്മാർ, ഹിന്ദു പുരോഹിതന്മാർ, പൂർവികന്മാർക്ക് ദാനം കൊടുക്കാനായിട്ട് വെള്ളം മേപ്പോട്ട് എറിയും. സൂര്യനിലേക്ക് നോക്കി വെള്ളം എറിയുക. അപ്പൊ ഇത് കണ്ട് സോക്കേട് മനസ്സിലാക്കിയ ഗുരുനാനാക്ക് ഇങ്ങോട്ട് മാറി കുറച്ച് വെള്ളം എടുത്ത് പുറകോട്ട് എറിയാൻ തുടങ്ങി. പുറകോട്ട്. അപ്പൊ ആള് ചോദിച്ചു, അപ്പൊ എല്ലാവരും മേപ്പോട്ട് സൂര്യനിലേക്ക് വെള്ളം എറിയുമ്പോൾ ഈ മനുഷ്യനാണ്ട് പുറകോട്ട് എറിയുന്നു. അപ്പം അന്നത്തെ പുരോഹിതന്മാർ ചോദിച്ചു, താൻ എന്തൊരു മണ്ടത്തിലാട്ടോ കാണിക്കുന്നത്? അപ്പൊ ഗുരുനാനാക്ക് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് മേപ്പോട്ട് എറിയുന്നത്? അത് പൂർവികന്മാർക്ക് കിട്ടാനാണ്. അപ്പൊ ഞാൻ എറിയുന്നത് പഞ്ചാബിലവിടെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ കൃഷിക്ക് പ്രയോജനപ്പെടാനായിട്ട് ഞാൻ അറിയാം. അപ്പോൾ ആര് പറഞ്ഞിടോ, താൻ എന്തൊരു മണ്ടത്തിലായി പറയുന്നത്? താൻ ഇവിടെ നിന്ന് വെള്ളം എറിഞ്ഞാൽ അവിടെ ചെല്ലുമോ? അപ്പോൾ ഗുരുനാനാക്ക് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് വെള്ളം എറിഞ്ഞാൽ നിങ്ങളുടെ പൂർവികന്മാർക്ക് കിട്ടും. ഇത്രയുള്ള കാര്യം. ഇത് പച്ച കള്ളമാണ് എന്ന ഗുരുനാനാക്ക് തൻ്റെതായ വിധത്തിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. പക്ഷേ അങ്ങനെ സത്യം വെളിപ്പെടുത്തിയത് കൊണ്ട് അസത്യത്തിൽ ആശ്രിതമായ നല്ല വരുമാനമുള്ള ഈ ഒരു കഥാകാലക്ഷേപം അവസാനിച്ചില്ല. അത് തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം എക്കാലത്തും മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അന്ധവിശ്വാസത്തെയും അതിൽ അധിഷ്ഠിതമായ ആചാരങ്ങളെയുമാണ്. അത് മനുഷ്യന്റെ സ്വഭാവത്തിന്റെ ഒരു വൈകല്യമാണ്. അതുകൊണ്ടാണ് സത്യം പറയാൻ വരുന്നവനെ ക്രൂശീകരിക്കുമെന്നത് ചരിത്രത്തിന്റെ ഒരു നിയമമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞു വന്ന ലോകത്തിൽ തൻ്റെ ജീവിതത്തിൽ നന്മ മാത്രം ആചരിച്ചു കഴിഞ്ഞ ക്രിസ്തുവിനോട് അവരെന്ത് ചെയ്തു? പിടിച്ച ക്രൂശിൽ കൊണ്ട് തറച്ച് കൊന്നുകളഞ്ഞു. അത് മനുഷ്യ സ്വഭാവം എന്താണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ചെറുപ്പം മുതലേ അസത്യം മാത്രം അറിഞ്ഞും ആചരിച്ചും അതിൽ മാത്രം അഭയം പ്രാപിച്ചും കഴിയുന്ന ഒരു മനുഷ്യന്റെ സ്വഭാവത്തിൽ സംഭവിക്കുന്ന ഭീകരമായ വൈകല്യം കൊണ്ട് അവൻ എവിടെയെങ്കിലും സത്യത്തെ കണ്ടാൽ അതിനോട് കടുത്ത അമർഷം തോന്നുകയും അതിനെ നശിപ്പിച്ചെങ്കിൽ മാത്രമേ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന നിഗമനത്തിൽ എത്തിച്ചേരുകയും അപ്രകാരം അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്യും എന്നതാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൽ കൂടെ ലോക മനസാക്ഷിക്ക് നൽകപ്പെട്ടിരിക്കുന്ന സന്ദേശം. എന്നാൽ ആണ്ടുതോറും യേശുവിൻ്റെ ക്രൂശീകരണത്തെപ്പറ്റി ധ്യാനം നടത്തുമ്പോൾ അതിന് നേതൃത്വം നൽകുന്ന പുരോഹിതന്മാരാണ്. അവർ തന്നെയാണ് യേശുവിനെ കൊന്നത്. അവരെ പ്രതിനിധാനം ചെയ്യുന്ന മത സംവിധാനം യേശു തന്നെ പറ്റി പറഞ്ഞ ഞാൻ തന്നെ സത്യമെന്ന് പറഞ്ഞതിന് നേരെ ഘടകവിരുദ്ധമായ അസത്യത്തിന്റെ കൂമ്പാരത്തിൽ ഇരുന്നുകൊണ്ടാണ് ഈ ക്രിയകളൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു വല്ലാത്ത ഒരവസ്ഥയിലാണ് പാവപ്പെട്ട മനുഷ്യർ സന്ധിക്കപ്പെടുന്നത് എന്നോർക്കുമ്പോൾ വളരെ സങ്കടമാണ്. അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് രാഹുൽ ഈശ്വർ അല്പം ചില സത്യങ്ങൾ വിളിച്ചു പറയുവാൻ മുതിർന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. പക്ഷേ രാഹുൽ ഈശ്വർ പറയാത്ത ഒരു സത്യം കൂടെ ഞാൻ ഒന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. വളരെ വാക്ചാതുരിയോടുകൂടെ, സാമർഥ്യത്തോടെ, ആത്മധൈര്യത്തോടെ താൻ ചെറുപ്പം മുതലേ കേട്ട് വളർന്ന 3 കള്ളങ്ങളെപ്പറ്റി, അസത്യങ്ങളെപ്പറ്റി അദ്ദേഹം വെളിപ്പെടുത്തുമ്പോൾ ഇപ്പോഴും തിരിച്ചറിയാൻ ഒരു പ്രയാസവുമില്ല നിൽക്കുന്ന ഒരു എമണ്ടൻ അസത്യം, അതിനെ അദ്ദേഹം ഉപേക്ഷിക്കുകയില്ല. അതെന്താണ്? ശബരിമലയിൽ സ്ഥിതി ചെയ്യുന്ന ശബരിമല അയ്യപ്പൻ അല്ലെങ്കിൽ ശാസ്താവ് 10 വയസ്സിനും 50 വയസ്സിനും ഇടയുള്ള സ്ത്രീകളുടെ സാമീപ്യത്തിൽ തുമ്മാൻ തുടങ്ങും. അദ്ദേഹത്തിൻ്റെ നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ അവസാനിച്ചു പോകും. അദ്ദേഹത്തിന് അലർജിയാണ് എന്ന് പറയുന്നതിനേക്കാൾ അത് അസത്യം മാത്രമല്ല, അത് കാണ്ടാമൃഗം പോലും കേട്ടാൽ ചിരിക്കുന്ന ഒരു മണ്ടത്തരം കൂടെയാണ്. യാതൊരു അടിസ്ഥാനവുമില്ല. ഇതേ ശബരിമലയിൽ ഒരു കാലത്ത് സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശാസ്താവിന് എന്തെങ്കിലും കരുതി വന്നാൽ യാതൊരു രേഖയുമില്ല. അങ്ങനെ സ്ത്രീകളെ എൻ്റെ അടുത്ത് വിടരുതെന്ന് ശാസ്താവ് പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. എന്നാലും അത് വലിയ പ്രക്ഷോഭമാകുമ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കാനും രാഹുൽ ഈശ്വർ ഇറങ്ങിത്തിരിക്കും. ഇത് രണ്ടും ശരിയല്ല. ഒന്നിൽ സത്യം സത്യമായി തന്നെ പറയണം, എല്ലാ സത്യങ്ങളും ഉൾക്കൊള്ളണം. പോപ്പുലാരിറ്റിക്ക് വേണ്ടി ചില സത്യങ്ങളും ലാഭത്തിന് വേണ്ടി ചില അസത്യങ്ങളും മുറുകെ പിടിക്കുന്നത് ശരിയല്ല. യേശു പറഞ്ഞ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അങ്ങനെ സ്വതന്ത്രരായവർക്ക് ഒരു
ഇട്ടാവട്ടത്തിലുള്ള കൂട്ടിൽ അടച്ചിടക്കപ്പെട്ട് നിൽക്കാൻ കഴിയുകയില്ല. അവർ സ്വതന്ത്രമായി അന്വേഷിക്കുകയും സത്യത്തിൻ്റെ പിന്നാലെ പോവുകയും അവർ എത്തേണ്ടിടത്ത് എത്തിച്ചേരുകയും ചെയ്യും. ബാക്കിയുള്ളവർ കിറുങ്ങി എവിടെയെങ്കിലും കറങ്ങി ചില പള്ളിയുടെ പരിസരത്തും ചില ആളുകളുടെ വാലും പിടിച്ചിങ്ങനെ നിൽക്കും. അവരുടെ കാര്യം സങ്കടമാണ്. അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക, മനുഷ്യൻ സൃഷ്ടിച്ച മതങ്ങൾ, നമുക്കറിയാം ഒരു പാട്ടുണ്ടല്ലോ, മനുഷ്യൻ വയലറാണേ, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. ഇതാണ് സത്യം. വയലാർ പറഞ്ഞാണ് സത്യം. അപ്പോൾ എനിക്ക് ബിച്ചു തിരുമല എഴുതിയ ഒരു കവിത, അത് പാട്ടായത് എനിക്ക് വളരെ അത് ഇഷ്ടമാണ്. അതിങ്ങനെയാണ്: ഹൃദയം ദേവാലയം. മനോഹരം അല്ലേ? ഹൃദയം ദേവാലയം, മാനവ ഹൃദയം ദേവാലയം, പോയ വസന്തം നിറമാല ചാർത്തും ആരണ്യ ദേവാലയം, മാനവ ഹൃദയം ദേവാലയം, ആനകളില്ലാതെ അമ്പാരിയില്ലാതെ. ബാക്കി എനിക്കറിയില്ല, അപ്പോൾ ക്ഷമിക്കണം. അറിയാം, പക്ഷെ പാടാൻ വയ്യ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അവിടെ ഇവിടെയും സത്യം തിരിച്ചറിയാൻ കഴിയുന്ന ചില ആളുകളുണ്ട്. പക്ഷെ ബഹുഭൂരിപക്ഷം ആളുകളെ അസത്യം കൊണ്ട് അവിടെ കണ്ണ് കെട്ടി, അവരുടെ മനസ്സ് പിണ്ണാക്കാക്കി, തലച്ചോറ് കുട്ടിച്ചോറാക്കി, അവരെ പശുക്കളെ പോലെ കറന്നുകൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥ. ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ മനുഷ്യൻ ശാന്തി പ്രാപിക്കും. നമുക്കറിയാം, ഗാസയിൽ അല്ലെങ്കിൽ ലെബനോനിൽ അല്ലെങ്കിൽ ഇറാനിൽ ഇവിടെയൊക്കെ നടക്കുന്ന വലിയ മനുഷ്യക്കുരുതി, രക്തച്ചൊരിച്ചിലിൻ്റെ ഏക കാരണം മതമല്ലേ? ഇപ്പോൾ യഹൂദൻ പറയുന്നു, ദൈവം ഞങ്ങൾക്ക് ഇത്രയും ഭൂമി തന്നിട്ടുണ്ട്, ഞങ്ങൾ അതിനേക്കാൾ വലിയ കള്ളമുണ്ടോ? വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് പച്ചക്കള്ളമാണ്, യാതൊരു സംശയമില്ല. ദൈവം ആർക്കും അങ്ങനെ ഭൂമി പതിപ്പിച്ചു കൊടുക്കുന്ന തഹസീൽദാരൊന്നുമല്ല. ഭൂമി ആരുടെയും ഉടമസ്ഥതയിലുള്ളതല്ല, ഭൂമി എല്ലാവർക്കും വേണ്ടിയാണ്. പക്ഷെ അത് പങ്കിട്ട് പരസ്പര സ്നേഹത്തിൽ സഹവർത്തിപ്പാനുള്ള മനുഷ്യന്റെ സ്വാതന്ത്ര്യം അവരിൽ നിന്ന് പറിച്ച് കളയുന്നത് മതമെന്ന് പറയുന്ന പൈശാചികമായ ഒരു പ്രതിഭാസമാണ്. ഈ മതമെന്ന ഭ്രാന്തില്ലായിരുന്നുവെങ്കിൽ ഇറാനിലുള്ള ആളുകൾക്ക് ഇന്ന് സമാധാനമായി ജീവിക്കാമായിരുന്നു. അങ്ങനെ ഇവിടെ നോക്കിയാലും നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ ഏറ്റവും സന്തുഷ്ടരായ മനുഷ്യർ ജീവിക്കുന്നത് ചില രാജ്യങ്ങൾ, സ്കാൻഡിനേവിയൻ കൺട്രീസ്. അവിടെ മതമില്ല എന്നതുകൊണ്ടാണ് മനുഷ്യർ പരസ്പരം കലഹിക്കാതെ, മനുഷ്യത്വം നഷ്ടപ്പെടാതെ, പരസ്പര സഹകരണത്തിൽ മാന്യമായി മര്യാദയായി ജീവിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ ആവശ്യമില്ലെന്നല്ല ഞാൻ പറയുന്നത്. മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകത്തുന്ന ഘടകമാണ്. അല്ലെങ്കിൽ ദൈവത്തെ കാണാതെ ദൈവത്തിൻ്റെ സ്വഭാവത്തെ ഉൾക്കൊണ്ടതിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കത്തക്കവണ്ണം മനുഷ്യന്റെ ഉള്ളിലെ വെളിച്ചം നശിപ്പിക്കുന്ന ഘടകമാണ് മതം എന്ന സത്യം. ഇത് പച്ച പരമാർത്ഥമാണ്. അത് മനസ്സിലാക്കാത്തവൻ അവസാനം വരെ അടിമയായി പട്ടുപോകും. ഇത് തിരിച്ചറിഞ്ഞ് വരുമ്പോഴത്തേക്ക് രാത്രിയായി കഴിഞ്ഞിരിക്കും, പിന്നെ ഒരു പ്രയോജനവുമില്ല, ജീവിതം മുഴുവനും പാഴാക്കി കളയും. ദയവായി തിരിച്ചറിയുക, എൻ്റെ ഉള്ളിലില്ലാത്ത ക്രിസ്തു വേറെ എവിടെയും ഇല്ല. എൻ്റെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ ഞാൻ മാനിക്കുന്നില്ല എങ്കിൽ ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനല്ല. ക്രിസ്തുവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ വേറെ എന്തൊക്കെ ചെയ്താലും, എൻ്റെ സകല സ്വത്ത് കൊടുത്താലും, എൻ്റെ ശരീരത്തെ ചുടുവാൻ ഏൽപ്പിച്ചാലും എനിക്ക് യാതൊരു പ്രയോജനവുമില്ല. ഞാൻ മാർത്തോമാക്കാരനല്ല, കീർത്തോമാക്കാരനാണ്, CSI അല്ല, PSI ആണെന്ന് പറഞ്ഞാലും ഒരു പ്രയോജനവുമില്ല. നിന്റെ ഉള്ളിലുള്ള നന്മ, നിന്റെ വെളിച്ചം ഊതിക്കെടുത്താൻ മാത്രമേ, കിരാതമായി മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പണക്കൊതി കൊണ്ട് മാത്രം കുറുക്കനെ പോലെ നടക്കുന്ന ഇങ്ങനെയുള്ള വ്യക്തിയുടെ വാല് പിടിച്ച് നടന്നാൽ നിന്റെ അവസ്ഥ കട്ടപ്പുകയായി പോകും എന്ന സത്യം ഒരിക്കൽ കൂടെ അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് വിരമിക്കുന്നു.
കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ.